ധനുഷ് നായകനായിട്ട് വന്ന കര എന്ന തമിഴ് പടം കണ്ടു. ഒരു ഹൈസ്റ്റ് ആക്ഷൻ ക്രൈം ഡ്രാമയാണ്. വിഘ്നേഷ് രാജയാണ് ഈ പടത്തിന്റെ സംവിധായകൻ. മമിത ബൈജു, സുരാജ് വെഞ്ഞാറമൂട്, ജയറാം ഒക്കെ ഈ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ സിനിമയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. കരസാമി എന്ന കര വർഷങ്ങൾക്ക് ശേഷം നാട്ടിലേക്ക് തിരിച്ചു വരുന്നതും ആ നാട്ടിൽ നടക്കുന്ന കുറച്ച് സംഭവങ്ങളുമൊക്കെയാണ് ഈ പടം പറയുന്നത്. പടം ഒരു ആവറേജ് ക്രൈം ഡ്രാമ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ ഈ സിനിമ കാണാനുള്ള ഒരു പ്രധാന കാരണം ഇതിന്റെ ഡയറക്ടർ വിഘ്നേഷ് രാജ, പുള്ളിയുടെ മുമ്പിലത്തെ സിനിമ പോർതൊഴിൽ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പടമായിരുന്നു. ആ ഒരു പ്രതീക്ഷ കൊണ്ടാണ് ഈ പടം കാണാൻ പോയത്. പക്ഷെ എനിക്ക് ഈ പടം കണ്ടപ്പോൾ തോന്നിയത് ഇതിന്റെ പകുതി ഭാഗവും ഡയറക്ട് ചെയ്ത് വെച്ചേക്കുന്നത് ധനുഷ് ആണോ എന്നായിരുന്നു. കാരണം ഇതിന്റെ ഒരു ഫാമിലി പോർഷൻസ് ഒക്കെ പക്ക ഇടലിക്കട, ത്രില്ലിംഗ് പോർഷൻസ് ഒക്കെ വരുമ്പോൾ ഒരു വിഘ്നേഷ് രാജ സ്റ്റൈലും കാണാൻ പറ്റുന്നുണ്ട്. ആദ്യത്തെ ഒരു 3/4 മണിക്കൂർ പടം ഇമോഷണൽ ഡ്രാമയാണ്. അവിടെ എനിക്ക് അത്യാവശ്യം ലാഗ് അടിച്ചായിരുന്നു. പിന്നെ അങ്ങോട്ട് പടം ത്രില്ലിംഗ് ആകും. ഇന്റർവെല്ലിന് കുറച്ച് മുമ്പുള്ള ഒരു സംഭവം ഉണ്ട്, ഒരു ബാങ്കിൽ, അത് കിടുവായിരുന്നു. കുറെ ഐഡിയാസ് ഒക്കെ പടത്തിൽ ഇവര് ഉപയോഗിച്ചിട്ടുണ്ട്, അതൊക്കെ നൈസ് ആയിരുന്നു. പിന്നെ കുറെയൊക്കെ കാര്യങ്ങൾ പ്രഡിക്റ്റബിൾ ആണെങ്കിലും ചിലതൊക്കെ രസവും ഉണ്ട്. പെർഫോമൻസ് പറഞ്ഞാൽ നായകൻ കരസാമി അഥവാ കരയായിട്ട് വരുന്ന ധനുഷ് കൊള്ളാമായിരുന്നു. പുള്ളിയുടെ ഇതുവരെ കാണാത്ത മുഖമൊന്നുമല്ല, മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ള പല ക്യാരക്ടേഴ്സിന്റെ മറ്റൊരു വേർഷൻ എന്ന് പറയാം. ഈ ഹൈസ്റ്റ് സംഭവം ഉള്ളതാണെന്ന് തോന്നുന്നു ഇതിലൊരു വ്യത്യാസമായിട്ട് എടുത്തു പറയാനുള്ളത്. സ്ക്രീൻ സ്പേസ് ഒക്കെ നോക്കുമ്പോൾ മറ്റുള്ളവരെക്കാൾ കുറച്ച് കുറവാണെങ്കിലും ഭരതൻ എന്ന പോലീസുകാരനായിട്ട് സുരാജ് വെഞ്ഞാറമൂട് കിടുവായിരുന്നു. പുള്ളി ഇതുപോലെ മലയാളത്തിലെ പോലെ തമിഴിലും അടിപൊളി ക്യാരക്ടർ റോൾസ് ഒക്കെ കിടുവായിട്ട് ചെയ്യുന്ന കാണുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നും. ഇനി ഈ പടത്തിലുള്ള അടുത്ത മലയാളി ജയറാമാണ്. പുള്ളിയുടെ ക്യാരക്ടറും പുള്ളി നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് മലയാളി നായിക സെല്ലി ആയിട്ട് വന്ന മമിത ബൈജു ആണ്. കാര്യമായിട്ടൊന്നും ചെയ്യാനില്ലെങ്കിലും ഉള്ള അത്രയും പോർഷൻസ് മമിതയും നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. വേറൊരു മലയാളിയായ ശ്രീജ രവി, പിന്നെ തമിഴിൽ നിന്നും കരുണാസ്, KS രവികുമാർ, പൃഥ്വിരാജ് സുകുമാരനല്ല, തമിഴിലെ ഒരു പൃഥ്വിരാജൻ, ഇവരൊക്കെയാണ് മറ്റു പ്രധാന വേഷങ്ങൾ വരുന്നത്. തേനീശ്വറിന്റെ ക്യാമറ കൊള്ളാം. ഇവരിതിൽ മൊത്തം ഒരു ചെങ്കൽ കളർ ടോൺ ഉപയോഗിച്ചിരിക്കുന്ന രസം ഉണ്ടായിരുന്നു. അതുപോലെ ശ്രീജിത്ത് സാരംഗാണ് ഇതിന്റെ എഡിറ്റിംഗ്. GV പ്രകാശ് കുമാറിന്റെ മ്യൂസിക്, പാട്ടുകൾ എടുത്തു പറയാൻ മാത്രമില്ല, കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പിന്നെ അതുപോലെ സൗണ്ട് ഡിസൈൻ, ഇത് രണ്ടും പക്കായായിരുന്നു. സൗണ്ട് ഡിസൈൻ ആരാ ചെയ്തെന്ന് എനിക്കറിയില്ല. പ്രത്യേകിച്ച് ത്രില്ലിംഗ് പോർഷൻസിലേക്ക് സ്കോർ. ഇത് 90 കാലഘട്ടമാണ് ഈ പടത്തിൽ കാണിക്കുന്നത്. പക്ഷേ ഇതിലെ ചില ക്യാരക്ടേഴ്സ് ഒക്കെ സ്റ്റുഡിയോയുടെ ഷർട്ടൊക്കെ ഇട്ടേക്കുന്നത് കണ്ടു. സോ ഏതോ ഒരു ഉഴപ്പനായിരുന്നു തോന്നുന്നു ഇതിന്റെ കോസ്റ്റ്യൂം ഡിസൈനർ. പിന്നെ നെഗറ്റീവ്സ് പറയുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ത്രില്ലർ ഭാഗങ്ങളല്ലാതെ ഇമോഷണൽ ഭാഗങ്ങൾ വലിയ ഇമ്പാക്ട് തരുന്നില്ല എന്നുള്ളതാണ് മെയിൻ പ്രശ്നം. ഇതിലെ അച്ഛൻ പാസം അതൊന്നും അത്രയ്ക്ക് നന്നായിട്ട് വർക്കായില്ല. സ്ഥിരം ക്ലീഷേ കഥയും ക്ലീഷേ സിറ്റുവേഷൻ സംഭവം ഒക്കെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതും ഇഡലിക്കടയുടെ ഏകദേശം സെയിം സാധനം. പിന്നെ മെയിൻ ഒരു പ്രശ്നം, ഇതിലെ നായകനോട് നമുക്കൊരു ഇഷ്ടം തോന്നുന്നില്ല എന്നുള്ളതാണ്. അയാളുടെ ജോലി എന്താണെന്ന് അറിയുമ്പോൾ തൊട്ട് നമുക്ക് ആളോട് ഒരു ഇൻട്രസ്റ്റ് പറയും. പക്ഷെ എന്ത് ജോലിയാണെങ്കിൽ കൂടിയും പ്രേക്ഷകരെ ഇൻട്രസ്റ്റ് ആക്കുന്ന വിധത്തിൽ എഴുതുവാണെങ്കിൽ രസം ഉണ്ടായിരിക്കും. പക്ഷെ ഇതിൽ അങ്ങനെയൊന്നും ഉണ്ടായില്ല. അത് കഴിഞ്ഞാണെങ്കിൽ തന്നെ പുള്ളി അച്ഛനോട് പെരുമാറുന്ന കാണുമ്പോൾ നമുക്ക് കൂടുതൽ ദേഷ്യമാണ് വരിക. എന്നിട്ട് കഥ മൊത്തവും കൂടി ലാസ്റ്റ് എത്തുമ്പോൾ ഒരു രക്ഷകൻ പരിവേഷമൊക്കെ കെട്ടി നായകന്റെ ആ ഒരു ജോലിയിൽ നിന്നുള്ള മോചനം എന്ന രീതിയിൽ അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. സോ നായകന്റെ ജോലി ന്യായീകരിക്കാനായിട്ട് ബുദ്ധിമുട്ടിയിട്ട് പിന്നെ കഥയിലെ വേറെ കുറെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ന്യായീകരിക്കുകയാണ്. അങ്ങനെ അടിച്ച വഴിയെ പോയില്ലെങ്കിൽ പോയ വഴിയെ അടിക്കുക എന്ന മട്ടിൽ ഒപ്പിച്ചെടുത്തു എന്ന് പറയാം. സോ ദുരന്തനായിട്ടുള്ള ഒരു നായകനെ ഒരു കരക്കടിപ്പിക്കുക എന്ന ദൗത്യം ഏറ്റെടുത്ത് സ്ക്രിപ്റ്റ് റൈറ്റർ കുറച്ച് വെള്ളം കുടിച്ചതായിട്ട് ഫീൽ ചെയ്തു. പിന്നെ ഡ്രാമ പോർഷൻസ് ഒക്കെ കുറച്ചുകൂടി ഒന്ന് ക്രിസ്പ് ആക്കുകയായിരുന്നെങ്കിൽ തന്നെ പടത്തിന്റെ ലെങ്തും കുറച്ച് കുറയ്ക്കാമായിരുന്നു. മൊത്തത്തിൽ ത്രില്ലിംഗ് പോർഷൻസ് നന്നായ, എന്നാൽ ഇമോഷണൽ പോർഷൻസ് വീക്ക് ആയിട്ട് പോയ ഒരു ആവറേജ് അനുഭവമായിരുന്നു കര. പോർതൊഴിലിന്റെ ഡയറക്ടറിൽ നിന്നും കുറച്ചുകൂടി നല്ല ഐറ്റമാണ് ഞാൻ പേഴ്സണലി പ്രതീക്ഷിച്ചിരുന്നത്. പടം നിങ്ങൾക്ക് ഇപ്പോൾ തിയേറ്ററുകളിൽ കാണാം. 2 മണിക്കൂർ 41 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. 18+ ഒന്നും എല്ലാവർക്കും കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി, എന്നാൽ